അല്പം എരിവും പുളിയും മധുരമൊക്കെ കൂടി ചേർന്നിട്ടുള്ള സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. 250 ഗ്രാം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ഇട്ടിട്ട് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ കളർ വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. തണുത്ത ശേഷം മിക്സിയുടെ ജാറിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മൺചട്ടിയിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ, 1/2 സ്പൂൺ കടുക്, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 3-4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതൊട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 2 സ്പൂണോളം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് കുറുക്കി എടുക്കുകയാണ് വേണ്ടത്. നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ കുറുക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ.